നമ്മളിവിടെ ഇന്നൊരു സിന്ദൂര ചപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സിന്ദൂരം, അതുപോലെ തന്നെ കുങ്കുമം, ഭസ്മം അതൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന ചെറിയൊരു ക്യൂട്ടായിട്ടുള്ള ചെറിയൊരു പോട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഇതുപോലൊരു ചിരട്ട എടുക്കുക. ഒരുപാട് വലുപ്പം വേണ്ട, ഇതുപോലെ എന്നാൽ ഒരുപാട് ചെറുതുമല്ല, ഒരു മീഡിയം ടൈപ്പ് ഇതുപോലെ ഇത്തിരി ഷേപ്പായിട്ടുള്ള ഒരു ചിരട്ട എടുക്കുക. അതിന് നമ്മൾ ഇതിൻ്റെ അരികൊക്കെ ആദ്യം ഒന്നൊന്ന് കറക്റ്റാക്കി വരച്ചെടുത്തിട്ട് നമുക്കതിനെ ഒന്ന് ഒപ്പമാക്കി എടുക്കുക. അതുപോലെ തന്നെ ഈ നാരൊക്കെ ഒന്ന് ചുരണ്ടിയെടുക്കുക. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇതിനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക നമുക്ക് ആദ്യം. നമ്മളിത് ഉരച്ച് മിനുസപ്പെടുത്തി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ സ്റ്റാൻഡായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഒരു കഷ്ണം നമ്മൾ മുറിച്ച് ഉരച്ച് മിനുസപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇതതുപോലെ ഇങ്ങനെ സ്റ്റാൻഡാക്കി വെക്കാൻ വേണ്ടിയിട്ട് നമുക്കിനി ഇത് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്കിതിനകത്ത് കൃത്യമായിട്ട് ഇറങ്ങിയിരിക്കാൻ പാകത്തിന് ഇതുപോലൊരു കഷ്ണം മുറിച്ചെടുക്കണം. വളരെ കൃത്യമായിരിക്കണം. ഇതുപോലെ ഒരു കഷ്ണം മുറിച്ചെടുക്കുക. ഈ കഷ്ണം നമ്മൾ ഉരച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടിഭാഗം നല്ല പരന്ന പ്രതലമുള്ള നല്ല പരന്ന ഭാഗമുള്ള ചിരട്ടയിൽ നിന്ന് ഇതുപോലൊരു കഷ്ണം മുറിച്ചെടുക്കുക. നല്ല മൂടിങ്ങനെ പരന്ന ചിരട്ടയിൽ നിന്ന് ഇതിൻ്റെ മീതെ ഇങ്ങനെ വെച്ച് ഒട്ടിച്ചെടുക്കാനാണ്. ഇങ്ങനെ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ഒരു ക്യാപ്പ് പോലെ കിട്ടും. ഇതിൻ്റെ അടപ്പുണ്ടാക്കാനാണ് ഇപ്പോൾ നമ്മൾ ഇതുണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു കഷ്ണം റൗണ്ടിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്കിതിനെ കൃത്യമായിട്ടൊന്ന് ഉരച്ച് മിനുസപ്പെടുത്തിയെടുക്കാം. ഉരച്ച് മിനുസപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടും കൂടെ ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ ഒട്ടിച്ചെടുക്കുമ്പോൾ ഈ വിടവുകൾ കാണുന്നതൊക്കെ നമ്മളെ ചിരട്ടയുടെ പൊടി ഉണ്ടല്ലോ, അതിങ്ങനെ എടുത്തിട്ട് നമ്മൾ ചിരട്ട വരയ്ക്കുമ്പോൾ കിട്ടുന്ന പൊടി എടുത്തിട്ട് ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്യാപ്പൊക്കെ അതിൽ നമുക്ക് അടച്ചെടുക്കാം. ഈ ചിരട്ടയുടെ പൊടി ഇങ്ങനെ നമുക്ക് കൊട്ടിയതിന് ശേഷം പശ അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ആ ഗ്യാപ്പ് മുഴുവൻ ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ബലവും കിട്ടും, ആ ഗ്യാപ്പുകളൊക്കെ അടഞ്ഞ് നല്ല നീറ്റായിരിക്കും ചെയ്യും. ഇപ്പോൾ നമ്മൾ ഉരച്ച് മിനുസപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനൊരു ക്യാപ്പായി, ഇതിനൊരു അടപ്പായി, നല്ല വൃത്തിയുള്ള അടപ്പായി, കണ്ടോ, നല്ല ലോക്കായി. ഇനി ഇതിൻ്റെ മീതെ ഒരു ഡിസൈൻ പോലെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു റിങ് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഒരു സ്റ്റെപ്പ് പോലെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കും. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കഷ്ണം മുറിച്ച് ഇതിങ്ങനെ ഇവിടെ അടച്ചു വയ്ക്കാനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് പോലെ തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മളത് ഉരച്ച് മിനുസപ്പെടുത്തിയെടുക്കാം. ആദ്യം ഇത് ഒട്ടിച്ചെടുക്കാം, അതിന് ശേഷം ഉരച്ചെടുക്കാം. ഇത് ഉരച്ച് മിനുസപ്പെടുത്തി എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മീതെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഒരു സ്റ്റെപ്പ് പോലെ തോന്നിക്കും ഈ മൂടിൻ്റെ അവിടെ ഒരു ഡിസൈൻ. ഇനി ഇതിൻ്റെ മുകളിലൊരു ഹാൻഡിലാണ് വേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് കഷ്ണങ്ങൾ അങ്ങനെ മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് ഒട്ടിക്കേണ്ടത്. ഇതിനെ എന്നിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാനാണ്. എന്നിട്ട് ഇതിലിങ്ങനെ ഒട്ടിച്ച് ഡിസൈൻ ചെയ്ത് വെക്കാനാണ്, ഒരു ഹാൻഡിൽ പോലെ. അപ്പോൾ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ആ ഒട്ടിച്ചെടുത്ത പീസുകളെല്ലാം ഉരച്ചിട്ട് ഇതുപോലെ ആക്കിയിട്ടുണ്ട്.
വീഡിയോ ഒരുപാട് ലെങ്ത് ആവണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വരയ്ക്കുന്നതൊന്നും ഇതിൽ കാണിക്കാണ്ടിരുന്നത്. ഇനി ഇതിൻ്റെ മീതെ എങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ ഹാൻഡിലായി. ഇതിപ്പോൾ ഏകദേശം പണികളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇനി ഈ മൂടിയിൽ നമുക്കൊരു ഡിസൈൻ ചെയ്തെടുക്കാം. ഹാക്സോ ബ്ലേഡ് കൊണ്ട് വരച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. അതിൽ ഒരു ഭംഗിക്കാണ്. അതൊക്കെ ഓപ്ഷനിലാണ്, വേണേൽ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ എല്ലാം ഉരച്ചെടുത്ത് മിനുസപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരു കോട്ട് ഷീലർ അടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ലൈനിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പോളിഷ് ചെയ്തെടുക്കാം. നമ്മൾ പോളിഷ് ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ അടിയിൽ ഷീലർ എന്ന് പറഞ്ഞൊരു സാധനം ഒരു കോട്ട് അടിക്കണം. ഷീലർ അടിച്ചിട്ട് നമ്മൾ 320 പേപ്പർ ഇട്ടിട്ട് നല്ലതുപോലെ ഉരച്ചെടുക്കണം. എന്നാൽ തന്നെയാണ് അത് ഫിനിഷിംഗ് ആവുള്ളൂ. അല്ലാതെ നമ്മൾ ചെയ്ത വർക്കെല്ലാം ചൊറി പിടിച്ചതുപോലെ ആവും ലാസ്റ്റ് പോളിഷ് ചെയ്യുമ്പോൾ ഷീലർ അടിച്ചില്ലെങ്കിൽ. അപ്പോൾ ഷീലർ നിർബന്ധമായിട്ട് അടിക്കണം. എന്നിട്ട് വേണം വല്ല ടച്ച് വുഡോ സ്ലീക്കോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് മേലെ കോട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഗ്ലേസിങ് പോവുകയില്ല. ഷീലർ അടിച്ചിട്ടില്ലെങ്കിൽ ഈ ഗ്ലേസ് അടിക്കുമ്പോൾ ഒരു ഗ്ലേസിങ് ഉണ്ടാവുള്ളൂ. അത് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഗ്ലേസിങ് ഉണ്ടാവില്ല. ഒരു ചായ ചൊറി പിടിച്ചതുപോലെ ഉണ്ടാവും.